class. So this is divided into sections. You have first introduction sessions. So when you set apart or just cut and copy a particular part from a main text, normally what happens is that you don't get the full length of it. നമ്മുടെ നാട്ടില് എന്താണ് എവിടെയാണ് ഇത് ഫിറ്റ് ചെയ്യാന്ന് മനസ്സിലാവില്ല, ഒരു ഭാഗം മാത്രം കണ്ടാൽ. So there is a problem with that. But I think what you need to understand in this particular poem is that argument of the poem. Of course, that is a holistic idea. ഈ കവിതയ്ക്ക് മൊത്തമായിട്ട് വരുന്ന ആർഗ്യുമെന്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ദാൻ ഇൻഡിവിജ്വൽ ലൈൻസ്. ഇൻഡിവിജ്വൽ ലൈൻസ് പറയാം, ഞാൻ ഓരോ വാക്ക് വരിയുടെ അർത്ഥമൊക്കെ പറഞ്ഞുതരാം. ബട്ട് ഓവറോൾ യു ഫോക്കസ് ഓൺ ദ meaning of the poem, right? That is, the ways of God is very, very strange. And no human being normally can understand the ways of God. Yes. ആശയ പകറി വന്നത് ആശയ ഞാൻ റൈറ്റ്. ആർഷ പ്രേം ആശയെ മ്യൂട്ട് ചെയ്യണം. Okay, thank you. So what the idea is that you cannot understand the ways of God by just looking at from our own limit. Now, what the idea is that the ways of God are very strange for a human being with a limited vision to understand. This is the central argument of the poem. And whatever men do make it absolutely meaningless because there is a presence of death. നമ്മളെല്ലാ പ്രവൃത്തികളും, എന്തോ പ്രവൃത്തി നമ്മൾ ചെയ്താലും അത് മരണത്തിന്റെ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് അതിന് അർത്ഥം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തി, ഇപ്പൊ ഒരിക്കലും പണ്ട് വിവേകാനന്ദനോടാണെന്ന് തോന്നുന്നു എനിക്ക്, അല്ലെ ശ്രീ ബുദ്ധനോടാണോ എന്ന് അറിയില്ല, ലോകത്തിലെ ഏറ്റവും വലിയ തമാശ എന്താന്ന് ചോദിച്ചപ്പോ മരിക്കുന്നു ഉറപ്പുണ്ടായി ശരിയാണ് അർത്ഥത്തിൽ പറഞ്ഞ. കാരണം ഓരോ ആളുകളും ചെയ്യുന്ന പ്രവർത്തികൾ അവര് ചെയ്യുന്നത് ഒരു കാലത്ത് മരിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഒരുപക്ഷെ നമുക്ക് ആർക്കെങ്കിലും ഈ ആളുകളെ മരണ ഡേറ്റ് അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ അവരെ ആക്ടിവിറ്റീസ് നമുക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നും. ഓരോരുത്തർ പല പല ഐഡിയയും വെച്ചിട്ടാണ്. അയാൾ 2 ദിവസം കഴിഞ്ഞാൽ വടിയാവേണ്ട ആളായിരിക്കും. അയാളുടെ ഐഡിയയും ഒരു 50 വർഷത്തേക്കുള്ള പ്ലാനാണ് അയാൾ ചെയ്യുക. സോ ദ മിയർ പ്രസൻസ് ഓഫ് ഡെത്ത് മേക്സ് ദ ലൈഫ് ഓഫ് മാൻ ക്വൈറ്റ് റെഡിക്കുലസ്. പക്ഷെ നമ്മളതൊരിക്കലും ഓർക്കാറില്ല. മരണത്തെ പറ്റി നമ്മൾ ആരും തന്നെ ഓർക്കാറില്ല. എൻ്റെ വീട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഈ പേപ്പർ വന്നാൽ ഓരോ ആൾക്കാർക്ക് ഓരോ പേജാ വായിക്കാൻ ഇഷ്ടം ഉണ്ടാവുക. നിങ്ങൾക്ക് എനിക്കൊക്കെ ഓരോ പേജ് ഉണ്ടാവും വായിക്കാൻ ഇഷ്ടം. നോർമലി ഞാനൊക്കെ ഫ്രണ്ട് പേജാണ് എപ്പോഴും ചോയ്സ് ഉണ്ടെങ്കിൽ വായിക്കാൻ ഇഷ്ടപ്പെടുക. എൻ്റെ അമ്മ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ പേപ്പർ കിട്ടിയ ആദ്യം വായിക്കുക ചരമകൊള. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യമാണ്, ഓരോരുത്തരുടെ പ്രിയോറിറ്റീസ് ആണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ മരണത്തിന്റെ ഒരു സാന്നിധ്യമാണ് മനുഷ്യന്റെ ജീവിതത്തിനെ വളരെ വളരെ അബ്സേർഡ് ആക്കുന്നത് ഒരു അർത്ഥത്തിൽ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, പക്ഷെ നേരെ മറിച്ച് ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ അറിവ് അനന്തമാണ്, അൺലിമിറ്റഡ് ആണ്. ഈ അൺലിമിറ്റഡ് ആയിട്ട് അറിവുള്ളത് കൊണ്ട് തന്നെ ഗോഡ് ഓഫ് ആക്ച്വലി സ്മൈൽസ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് മെൻ എന്നുള്ളൊരു കോമൺ ട്രഡീഷണൽ ആയിട്ടൊരു നോഷൻ തന്നെയാണ് ഈ കവിതയിലും അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കവിത എടുക്കുമ്പോൾ വേർഡ് മീനിങ്സ് കുറച്ച് നോർമലിനെക്കാട്ടും ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ആസ് ഐ ടോൾഡ് യെസ്റ്റർഡേ, ദിസ് ഇസ് എ ലാംഗ്വേജ്, യു ആർ റീഡിങ് എ ലാംഗ്വേജ് വിച്ച് ഇസ് ഓൾമോസ്റ്റ് 400 years old. അപ്പൊ അതിൻ്റെതായ പ്രയാസം എന്തായാലും ഉണ്ടാവും. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് എവ്രി ലൈൻ separately, but overall understanding is enough to write a paragraph question. If you are only planning for an essay, you should go for detail. So I'll be explaining every line in detail. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എഴുതി വെക്കാം, ആവശ്യമില്ല നോട്ടിൽ എഴുതാം, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതാം, ടെക്സ്റ്റിൽ എഴുതാം, എവിടെ വേണം എഴുതാം. ഇതിന്റെ വേറെ മീനിങ് നമ്മൾ 2 സ്ലൈഡ് ഇതിന്റെ മീനിങ്ങിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ ആകെ.
അത് ഓവറോൾ മീനിങ് ആണ് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ലൈൻസിനെ ഞാൻ പിന്നെ ഡിസ്ക്രൈബ് ചെയ്യില്ല. അതുകൊണ്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഹാവിംഗ് ദ ഇൻഡിവിജ്വൽ മീനിങ് ഓഫ് ഇൻഡിവിജ്വൽ ലൈൻസ് ആൻഡ് എക്സ്പ്രഷൻസ്, യു ക്യാൻ ഡെഫിനറ്റ്ലി take down notes as and when I do the poem. So this is the first part. Presumptuous man. Look at the first expression. This expression is very important. Why man is presumptuous? Meaning a kind of an arrogance, right? That he is so bold that he can do anything. മനുഷ്യന്റെ ഒരു അഹങ്കാരമുണ്ട്, അതായത് എന്തും ചെയ്യാനുള്ള ചങ്കൂറ്റം, ധൈര്യം. ഈ ധൈര്യത്തിനാണ്, പക്ഷേ ഈ ധൈര്യത്തിന് അവസാനം ഉണ്ടോ ചോദിച്ചാൽ, ഈ ധൈര്യത്തിന് എന്താ അർത്ഥം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. പ്രിസംപ്ച്വസ് ആണ്. അത് ഭയങ്കര എന്താ പറയാ, കാട്ടിക്കൂട്ടലാണ് മനുഷ്യന്റെ പ്രിസംപ്ച്വസ് എന്ന് പറഞ്ഞാൽ. സോ ഹി ഈസ് എ പേഴ്സൺ ഓഫ് പ്രിറ്റൻസ്. കാരണം അയാൾ എത്ര കാലം ജീവിക്കുന്നു യാതൊരു ഗ്യാരണ്ടിയില്ല, ഉറപ്പില്ല. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. എത്ര വലിയ യോദ്ധാവാണെങ്കിലും, നിങ്ങൾക്ക് പഴയ കഥകൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ് മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മരണത്തിൽ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ, മരിക്കുന്നതിന് മുമ്പ് അയാൾ ഡെത്ത് വിഷായിട്ട് പറഞ്ഞെന്താ വെച്ചാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കോഫിനിൽ ദർ ഷുഡ് ബി 2 holes, 2 തുളകൾ ഇടണം. ആ തുളയിലൂടെ എൻ്റെ 2 കൈയും പുറത്തേക്ക് ഇടണം. അതെന്തിനാ ചോദിച്ചപ്പോൾ ആളുകൾ കാണട്ടെ, that Alexander the Great died with empty hands, bare hands. എൻ്റെ കൈ, ഈ അലക്സാണ്ടർ എന്താ വെച്ചാൽ ഭൂമിയുടെ ഏകദേശം 3/2 ഭാഗം വെട്ടിപ്പിടിച്ച ആളാണ് അലക്സാണ്ടർ. അലക്സാണ്ടർ മരിച്ചപ്പോൾ ഒന്നും കൊണ്ടുപോയിട്ടില്ല, എല്ലാം ഇവിടെ ഇട്ട് പോവുക. അപ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത്രേ അദ്ദേഹം ഇങ്ങനെ 2 കൈ പുറത്തേക്ക് ഇട്ടിട്ട് കോഫിനിൽ വെച്ചതെന്ന് പറയുന്നുണ്ട്. കഥയാണ്, ശരിയാണോ അറിയില്ല. So my idea is that man is certainly presumptuous, very bold, arrogant, and this arrogance is out of his ignorance. ഇയാളുടെ അറിവില്ലായ്മയിൽ നിന്നുണ്ടായ അഹങ്കാരമാണ്. എല്ലാവർക്കും അതാണ്. ഓരോ അധികാരത്തിൽ ഇരിക്കുന്ന ആൾക്കാർ, ഓരോ പൊസിഷനിലെത്തിയ ആൾക്കാർ, അവരൊക്കെ ആ പൊസിഷനിൽ അഹങ്കരിക്കും. പക്ഷെ ആ പൊസിഷൻ എത്ര കാലം ഉണ്ടാവും നമുക്ക് ആർക്കും അറിയില്ല. ചിലപ്പോൾ നമ്മൾ ഈ പൊസിഷനിൽ ചിലപ്പോൾ മാറ്റപ്പെടാം. ഈ എന്താ പറയുക, ഈ ഇംപീച്ച്മെന്റ് ഉണ്ടാവുക, ചിലപ്പോൾ നമ്മളെ പിരിച്ചു വിടാം. അതല്ല ഈ അധികാരം തന്ന ആൾക്കാർ തിരിച്ചെടുക്കാം, നമുക്ക് ഒരിക്കലും അറിയില്ല. സോ വൈ യു ആർ arrogant? Because man by nature is presumptuous. So he is a man of audacity, a man of arrogance, a man of, because though he is, എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത്, അതാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. The reason. So he is actually trying to look at the reason why man is presumptuous. Reason, what is the why? You cannot find the reason why formed so weak, so little and so blind. ഇങ്ങനെയൊക്കെ ഫോർമേഷൻ ഉണ്ടെങ്കിലും മനുഷ്യന്റെ ഫോർമേഷൻ എങ്ങനെയാണ്? ഈസ് വെരി വീക്ക്. കാരണം മറ്റ് ജീവജാലങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ വളരെ വീക്കാണ്, അല്ലേ? എന്തിനാ പറയുന്നത്, മൃഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ആനയോ അല്ലെങ്കിൽ സിംഹമോ പുലിയോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ അതിന്റെ ഒരു അടിക്ക് നമ്മൾ തികയില്ല. അത്ര വീക്കായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന് വലിയ ഹൈറ്റ്, സാധാരണ 5 അടി 6 അടി ആയിട്ടാണ് മനുഷ്യന് പരമാവധി ഉണ്ടാവുക. അപ്പോൾ ജീവജാലങ്ങളെ കൂട്ടത്തിൽ മനുഷ്യൻ വളരെ ഫ്രജൈലാണ്, കമ്പാരിറ്റീവ്ലി സ്പീക്കിംഗ്. എന്ന് വെച്ചാൽ നമ്മളെക്കാട്ടും വീക്കായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ആൻഡ് സോ ലിറ്റിൽ when compared to trees, when compared to animals, we are very little. And blind in the sense you cannot see the future, you can only know the past മാത്രമേ അറിയാൻ പറ്റൂ, മുന്നോട്ട് കാണാൻ പറ്റില്ല. അതാണ് ബ്ലൈൻഡ് എന്ന് വെച്ചത്. സോ ലിമിറ്റഡ് വിഷൻ. ഈ ലിമിറ്റഡ് എന്നുള്ള വാക്ക് ഈ പോയത്തിൽ വളരെ പ്രധാനം. ബിക്കോസ് മാൻ ഈസ് എ പ്രിസംപ്ച്വസ് ബീയിങ് ബിക്കോസ് ഹി ഹാസ് എ വെരി ലിമിറ്റഡ് വിഷൻ. അയാൾ എല്ലാ ഐഡിയാസും നല്ലതായിരിക്കും, പക്ഷെ അത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ഐൻസ്റ്റീന്റെ കണ്ടുപിടുത്തമാണല്ലോ ലോകത്തിനെ മാറ്റിമറിച്ച കണ്ടുപിടുത്തം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ E=mc². ഇതേ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ആറ്റം ബോംബ് ഉണ്ടാക്കിയത്. ഐൻസ്റ്റീൻ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയി പോയി ഈ ഒരു സ്ഥാനം ചെയ്ത സമയത്ത്. തന്റെ ഫോർമുലനെ എത്ര ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം ആലോചിച്ചിരുന്നു. അപ്പൊ ഇറ്റ് ഹാപ്പൻസ് എവറി ടൈം. സോ ഈസ് വെരി ബ്ലൈൻഡ്. അപ്പൊ ഈ ഒരു പ്രിസംപ്ച്വസ് നേച്ചറാണ് ഈ കവിതയിൽ അങ്ങോളം ചർച്ച ചെയ്യുന്നത്. വൈ മാൻ ഈസ് സോ arrogant with so much limitation. ഈ ദൈവത്തിന് വേണേ arrogance കാണിക്കാം, because he is all knowing. But why man is arrogant is a question that the poem discusses. First, if thou canst എന്ന് പറഞ്ഞാൽ can എന്നാണ് പഴയ ഉപയോഗമാണ്. The harder reason guess. Can you guess the reason? Can you have a hard guess on what is the reason behind? ഇതിന്റെ ഒരു അർത്ഥം എന്താണ്? Why formed? Why are we formed weak? മനുഷ്യൻ എന്തിനാ എങ്ങനെ കിട്ടിയത്? Why we are formed weak, blind and no less? എന്താ എങ്ങനെ മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യന് കുറച്ചുകൂടിയൊക്കെ പവേഴ്സ് കൊടുക്കാൻ, മനുഷ്യനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാഞ്ഞത്? മനുഷ്യൻ എപ്പോഴും മൃഗങ്ങളെയും ജീവജാലങ്ങളെയും ഒക്കെ മേൽക്കോയ്മ നേടിയിട്ടുള്ളത് ഇത് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ്.
നമുക്ക് ഒറ്റയ്ക്ക് നിന്നാൽ നമ്മളെ കയ്യോ കാലോ മാത്രം ഉപയോഗിച്ച് നമുക്ക് ആരെയും എന്ത് ചെയ്യാൻ പറ്റില്ല, മേൽക്കൈ നേടാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമ്മൾ ഒരു 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 ആൻഡ്രോ സെൻട്രിക് ആയിട്ടുള്ള, അത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള രോഗം സൃഷ്ടിക്കാൻ കാരണം നമ്മളെ ബുദ്ധിയാണ്. അതുപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ച ആയുധങ്ങളാണ്. ഈ ആയുധങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും പുലിമുരുകനാവാൻ പറ്റില്ല. നമുക്ക് പുലിയെ കണ്ടാൽ വല്ല വടിവാളോ അല്ലെങ്കിൽ തോക്കോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ. അല്ലെങ്കിൽ പുലി രക്ഷപ്പെടും, നമ്മൾ വടിയായിട്ട് കിടക്കും. അങ്ങനെയാ സാധാരണ ഉണ്ടാവും. അപ്പോൾ ഞാൻ what I'm trying to say is that man is constructed weak. അപ്പൊ എന്തിനാണ് ദൈവം മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കിയത്? ഈ ഒരു അനാലിസിസ് ആണ് ഈ കവിതയിൽ പറയാൻ ശ്രമിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കവിത ജസ്റ്റിഫൈ ദ വേസ് ഓഫ് ഗോഡ് ടു മാൻ. അതാണ് കവിതയുടെ ഒരു ദൈവത്തിന്റെ കാഴ്ചപ്പാടെന്നാണ് കവി ഈ കാര്യങ്ങൾ പറയുന്നത്. So why formed so weak, blind and knowledess, as of thy mother earth? You just ask your mother earth, and there's an idea that mother earth is mother and God is being father. And of course that's a very traditional kind of a concept which we have been cherishing in different uh, mythologies, in different folk tales, etc. This particular image of mother being earth, I mean earth being mother rather, comes very consistently. So ask thy mother earth, why ox are made taller and stronger than weeds they shade? So it's a very simple question. What is the question? There are some trees which are very huge, like yew tree, oak tree. ഇതൊക്കെ ഭയങ്കര വലിയ മരങ്ങളാണ്. ഈ മരങ്ങൾ ഭയങ്കര സൈസിലുണ്ടാവും. അതിൻ്റെ താഴെ എന്തുണ്ടാവും? വീഡ്സ് ഉണ്ടാവും. കളകൾ നമ്മൾ പറയുന്ന ആവശ്യമില്ലാത്ത ചെടികൾ. ഈ ആവശ്യമില്ലാത്ത ചെടികൾ നിങ്ങൾ മുറ്റത്തും പറമ്പിലൊക്കെ നിൽക്കുന്ന ചെടികൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതൊക്കെ ചെറിയ ചെറിയ ചെടിയായിരിക്കും. വലിയ മരാവുന്ന വീഡ്സ് ഇല്ല. വീഡ്സ് എപ്പോഴും ചെറുതായിരിക്കും, ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ചില മരങ്ങൾ വലുതാവുന്നത്? എന്തുകൊണ്ടാണ് ചില മരങ്ങൾ അല്ലെങ്കിൽ ചിലത് വെറും ചെടി മാത്രമാവും? ഇതിനെന്താ ഒരു യൂണിഫോമിറ്റി ഇല്ലാത്ത? എല്ലാ മരങ്ങളും ഒരേപോലെയല്ല. ചിലത് വളരെ ചെറുതാണ്, ഒന്നോ രണ്ടോ അടി ആകെ ഉയരം വയ്ക്കും. ചിലത് ക്രീപ്പേഴ്സ് ആണ്, അതിന് ഒറ്റയ്ക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല, ഒറ്റയ്ക്ക് വിട്ടാൽ നിലത്ത് വീണ് പോകും. അപ്പൊ അതിനെ വേറെ എന്തെങ്കിലും ചുറ്റിപ്പിടിച്ച് വളർന്നു വരണം. എന്നാൽ ചില ട്രീ, ഓക്ക് ട്രീ ഒക്കെ മാതിരി ഭയങ്കര ഭയാനകമായ വലുപ്പമുള്ളതാണ്. നമുക്ക് അറ്റം കാണാൻ പറ്റാതെ എത്ര വലുപ്പമുള്ള മരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസ്പാരിറ്റി, അല്ലെ അങ്ങനെ ഒരു എന്താ പറയാ അസിസ്റ്റമാറ്റിക് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അസിമെട്രിക്കൽ എന്ന് പറയാം. അസിമെട്രിക്കൽ ആയിട്ട് വന്നത് എന്തുകൊണ്ടാണ്? ഓർ ആസ്ക് ദ യോണ്ടർ ആർജന്റ് ഫീൽഡ്സ്. ആർജന്റ് ഫീൽഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി വൈറ്റ് എന്നാണ് ആർജന്റ് എന്ന് പറഞ്ഞ അർത്ഥം. വൈറ്റ് ഫീൽഡ്സ് എബവ്. ഏതാ വൈറ്റ് ഫീൽഡ് എബവ് എന്ന് നോക്കിയാൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. രാത്രിയിൽ നിലത്ത് കിടന്ന് മേലോട്ട് നോക്കി എന്ത് കാണാം? ആകാശം ഇങ്ങനെ ഭയങ്കര രസമായിട്ട് കളർഫുൾ ആയിട്ട് കാണും. ഇത് പകല് നോക്കിയാലും ഇങ്ങനെ തന്നെ കാണും. അപ്പം മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെളുത്ത ആകാശം കാണും, അതിരുകളില്ലാത്ത ആകാശം. മനുഷ്യനെ അതിശയിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, നമ്മൾ ചെറുതാണ് എന്ന് നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കടലും, മറ്റേത് ആകാശം. ഇത് രണ്ടും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഭയങ്കര ചെറുതാണ്. വേറെ കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും ഈ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്ന, അതായത് അനന്തത എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യുന്നത് കടലും ആകാശവും കാണുമ്പോൾ. സോ ദ മൊമെന്റ് യു സീ ദ സ്കൈ ആൻഡ് ദ സീ, യു ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടൈനി യു ആർ, ഹൗ സ്മോൾ യു ആർ, റൈറ്റ്? ആൻഡ് ഓഫ് കോഴ്സ് സ്പേസ് എന്നുള്ള വ്യൂ ഇങ്ങനെ തന്നെയാന്ന് പറയുന്നുണ്ട്. നമ്മൾ അത് കണ്ടിട്ടില്ലേ? only we have seen the photographs. So as the yonder fields above, look at the sky. Why Joe's satellites are less than Joe, right? Satellites എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാർസിനെയാണ്. കോൺസ്റ്റലേഷൻ. നമ്മൾ ആകാശത്ത് നോക്കിയ ഇഷ്ടം പോലെ സ്റ്റാറുകളാണ്. ഇതാരാ കൺട്രോൾ ചെയ്യുന്നത്? ജോവ് എന്ന് പറയുന്നത് മിഥോളജിയിൽ ഗോഡ് ഓഫ് ഗോഡ്സ് ആണ് ജോവ്. ജൂപ്പിറ്റർ എന്ന് പറയുന്നത് ആണ് ജോവ്. Why Jove's reference to God? Why God's satellites are less than? So you understand that all these stars and different aspects of nature are controlled by one particular force. അതൊരു വിശ്വാസമാണ്. അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ടെന്ന്, ആ കൺട്രോൾ ചെയ്യുന്ന ആളെ നമ്മൾ ദൈവം എന്ന് വിളിക്കുകയും ചെയ്യും. So the satellites are all controlled by, or maybe they are under the guidance of one particular person or one particular power. And you call that power Joe, or maybe you call it God or Jesus, whatever names you find. So the idea in the first paragraph is that man is presumptuous, but there is no point where man can be presumptuous, because man is very weak,
Man is very little, and he is also very blind. He cannot see future. And he also takes a look at how nature has this kind of imbalances, that something is stronger and harder, something is weaker, something is taller, something is less taller. Of course, this kind of a disparity is everywhere. Why this kind of disparity is everywhere? Because God wanted everything to be like this. He has made it with a certain plan. And this is very important statement. So the entire poem begins to contrive to one point, that God has made all this with a definite plan of him or her. I mean, normally it is God is referred to as masculine. നമ്മളുടെ പ്രശ്നമാണ്. കാരണം masculine ആണോ ദൈവം നമുക്കറിയില്ല. അതുകൊണ്ട് yeah, so this is the idea. So we move to the next stanza. So I think I'll be moving a bit faster here, because we need to finish this. 1, 2, 3, 4, 5 stanzas. Yeah. So come to the next stanza. Oh, systems possible. What are the systems here available? If they confess, confessed is a archaic expression. Confessed, FESSED. That wisdom infinite must form the best. The best person will have the best wisdom, and the absolute person will have the wisdom absolutely. അതാരാണ് റെഫർ ചെയ്യുന്നത്? ഗോഡിനാണ്. So let us confess that wisdom infinite, unlimited wisdom should be given to the best. The best person among us, the best among us will get the infinite wisdom. Where all must full or not coherent be. And for a ordinary onlooker, for an ordinary person, things will not appear in full. Things will not appear as coherent, logical, related to one another. ഇപ്പൊ രണ്ട് തരം മരങ്ങൾ കാണാം, നമുക്ക് മനസ്സിലാവില്ല എന്തിനാ ഈ രണ്ട് തരം മരങ്ങൾ ഉണ്ടാക്കി. രണ്ട് തരം ആനിമലിനെ കാണാം, ഒന്ന് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള സാധനം, മറ്റേ ഭയങ്കര ടൈനി ആയിട്ടുള്ള സാധനം. വൈ ദിസ് ഡിസ്പാരിറ്റി? അപ്പോൾ ലോകത്തിൽ ഓരോ വസ്തുക്കളുടെയും ക്രമപ്പെടുത്തിയ രീതി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ അസിമെട്രി ഉണ്ട്. സിമെട്രിക്കൽ അല്ല, വളരെ വ്യത്യസ്തമാണ്, അസിമെട്രിക്കലാണ്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഒരു കാഴ്ചപ്പാടുള്ള ആള് ആരാണ്? Only God has. So the idea conveyed is that when all must full or not coherent be to a human being, and all that rise in due degree, then in the scale of reasoning life, it is plain there must be somewhere such a rank as man. And all the question, rankle ever so long, is only this: if God has placed him wrong. So the entire poem or the stanza leads to the final question, as if God has placed him wrong. That's the question. So the dispute, the rankle is a kind of a dispute. The dispute ever so long is, if God has placed him wrong, is man position, or is he a kind of an imposter? Is he kind of a something else just filtered in? What is the relevance of such a creation called man? കാരണം പ്രകൃതിയിലെ മറ്റ് വസ്തുക്കളെ, ചരാചരങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും തന്നെ പെടാത്ത, അതിലൊന്നും തന്നെ പ്രത്യേകിച്ച് ഒരു എൻറ്റിറ്റി ആയിട്ടാണ് മാൻ ഉള്ളത്. മറ്റെല്ലാത്തിനും ഒരു സമാനതകളുണ്ട്. മരങ്ങൾ ഒരുപാട് വ്യത്യസ്തമായ വ്യത്യസ്തതയുണ്ടെങ്കിൽ മരങ്ങളുടെ കാറ്റഗറിയിലാണ്. മൃഗങ്ങളിൽ വളരെ വ്യത്യസ്തമാണ് കാറ്റഗറി ഉണ്ട്. മനുഷ്യന് വ്യത്യസ്തത ഉണ്ട്, നിറത്തിലും മണത്തിലും ഒക്കെ ഉണ്ട്. പക്ഷേ നോർമലി സ്പീക്കിംഗ് ഈ ഒരു സ്പീഷീസ് മാത്രമാണ് സ്റ്റാൻഡ്സ് ഔട്ട്, unlike the other aspects of nature. So what is the question is that is the man in his right slot, or is he a creation which is unprecedented? Is it just a creation that has just happened, right? So when you look at all these things that rise in degree, then scale, reasoning life, there must be somewhere such a rank of man. ഈ നമ്മളിപ്പോ പിന്നീടാണ് ഈ ഇദ്ദേഹം ഇതൊക്കെ എഴുതിയിട്ട് കുറെ കാലത്തിന് 1856 ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് വന്നത്. അപ്പൊ അതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത് ദൈവം തന്നെയാണ് സൃഷ്ടിച്ചതെന്നുള്ള വിശ്വാസമായിരുന്നു നമുക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു. ഒറിജിൻ ഓഫ് സ്പീഷീസ് വന്നതിന് ശേഷമാണ് നമ്മൾ എവല്യൂഷൻ എന്നൊക്കെയുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കവിതയൊക്കെ എഴുതിയത് അതിന് മുമ്പെയാണ്. അപ്പൊ അത്തരം ഒരു എവല്യൂഷന്റെ ഒരു സാധ്യതയൊന്നും ആ കാലത്ത്, ഈ കവിത എഴുതുന്ന കാലത്ത് കണ്ടിട്ടില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ഈ കവിതയിൽ പരാമർശിക്കപ്പെടുന്നുമില്ല.
So the poem entirely focuses on the concept that it is God's plan and God's vision that it is there. ഈ സൈഡിൽ എഴുതിയൊരു കോട്ട് ശ്രദ്ധിക്കുക. അത് പോപ്പിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്. ടു എർ ഈസ് ഹ്യൂമൻ, ടു ഫോർഗിവ് ഈസ് ഡിവൈൻ. ഇത് ഈ കവിതയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരാശയം ഇതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഈ കവിതയെ നല്ല നമ്മൾ എടുത്തിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഈ ഒരു കവിതയിൽ പിന്നീട് ഒരു ഭാഗത്ത് എസ്സേ ഓൺ ക്രിറ്റിസിസം ആണെന്ന് തോന്നുന്നു എനിക്ക്. അതിലാണ് ഈ വാക്ക് എക്സ്പ്രഷൻ വരുന്നതെന്ന് ഐ റിമെമ്പർ റൈറ്റ്. നൗ respecting man, whatever wrong we call must be right as relative to all. In human works, though labored on with pain, 1,000 movements scarce one purpose gain. In God's, one single can end its produce, yet serves to second to some other use. So man, who here seems principle alone, perhaps acts second to some sphere unknown, touches some wheel, or verges some goal. It is but a part we see, not the whole. Again, last line is important. So, in our human life, we have, as I told you earlier, we have a very limited vision. You just cannot see what is going to happen the next moment. You cannot see what is going to happen by the evening, maybe night, maybe tomorrow, maybe next week, maybe next year. So you have such a limited vision. And with this limited vision, you can never see the whole. You can only see the part. ഞാൻ ആനയുടെ കഥ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ്. നമ്മൾ ആനയെ തപ്പി നോക്കിയിട്ട് മനസ്സിലാക്കുന്ന കുരുടന്മാരെമാരെയാണ് മനുഷ്യന്മാർ. നമുക്കൊന്നും അറിയില്ല നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരാൾ പോയിട്ട് ആനയെ തൊട്ടിട്ട് ആ ഭാഗം കണ്ടിട്ടാണ് ആന ഇങ്ങനെയാണ്, ആന അങ്ങനെയാണെന്ന് പറയും. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്, വി ആർ സോ ലിമിറ്റഡ് ഇൻ വിഷൻ that we never understand what is going to happen next. With such a limited vision, you see only the part. You can never see the whole. So you never understand why one particular thing is connected to other. മുഴുവൻ കണ്ടാൽ മാത്രമേ, ഇപ്പോൾ ആനയുടെ മുഴുവൻ കണ്ടാൽ മാത്രമേ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും വാലും കാലും തുമ്പിക്കൈയും ഒക്കെ അതിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഭാഗമാണെന്ന് മനസ്സിലാവും. അല്ലാതെ തുമ്പിക്കൈ മാത്രം പിടിച്ചു നോക്കിയ ഒരാൾക്ക് അതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് പറയാൻ കഴിയും. അല്ലെ വാല് മാത്രം പിടിച്ച ഒരാൾക്ക് അതിന്റെ രൂപം എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. അതുപോലെ മാൻ ഈസ് ഇൻ എ ടോട്ടൽ കൺഫ്യൂഷൻ. ഹി ഡസൻറ്റ് നോ ഹൗ ടു റിലേറ്റ്. നമ്മൾ ഈ ജിക്സോ പസിലൊക്കെ മാതിരി നിങ്ങൾക്ക് കുറെ കഷ്ണങ്ങൾ തന്നാൽ അത് ഉണ്ടാക്കാൻ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു കൺസെപ്റ്റ് വേണം എങ്ങനെയാണ് അത് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ സോ യു ഓൺലി ഹാവ് ദ പാർട്ട്. നിങ്ങളുടെ കയ്യിലൊരു കഷ്ണമേ ഉള്ളൂ. അപ്പോൾ ബാക്കി കഷ്ണങ്ങൾ കൂടി ചേർത്ത് വെച്ചാൽ മാത്രമേ അതിൻ്റെ ചിത്രം പൂർണ്ണമാവും. ആ പൂർണ്ണമായ ചിത്രം നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ അറിവ് എപ്പോഴും പരിമിതമായി. So I'll just explain the lines. So whatever wrong we call, respecting man, whatever wrong we call must be right relative to all. ഇപ്പൊ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ പലതും തെറ്റിപ്പോകുന്നുണ്ടാവാം. പക്ഷെ ഓവറോൾ ഇറ്റ് ഈസ് റൈറ്റ് ആൻഡ് റിലേറ്റീവ് ആസ് വെൽ. നമുക്ക് അറിവ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും പ്ലാൻ ചെയ്യും. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ പ്ലാൻ നടക്കുന്നവരെ നമ്മൾ ഉണ്ടാവുന്നതാണ്. ഉണ്ടാവണം എന്നൊരു നിർബന്ധമില്ല. പക്ഷേ സോ ഫാർ സോ ഗുഡ്. അത് നടന്നു പോകും. എനിക്ക് മനുഷ്യൻ ജീവിക്കാനും പറ്റും. ആശ പ്രത്യാശ അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇൻ ഹ്യൂമൻ വർക്ക്സ് ദോ ലേബേർഡ് വിത്ത് പെയിൻ. എല്ലാവർക്കും അറിയാം ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് സോറോ ആൻഡ് സക്സസ് അല്ലെ ഹാപ്പിനെസ് ആയിരിക്കും. മിക്കവാറും കൂടുതൽ സോറോ ആയിരിക്കും, കുറച്ചേ ഹാപ്പിനെസ് ഉണ്ടാവും. സോ ഹ്യൂമൻ വർക്ക്സ് ദോ ലേബേർഡ് വിത്ത് പെയിൻ. സോ യു ലേബർ ഗ്രേറ്റ്ലി, യു വർക്ക്, യു ടോയിൽ. നമ്മൾ സ്ട്രഗിൾ ചെയ്യുക ജീവിക്കാൻ. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ സ്ട്രഗിൾ എന്നാണ്. യു സ്ട്രഗിൾ ടു ലിവ്. ഈ സ്ട്രഗിളൊക്കെ എടുത്തിട്ട് യു മേക്ക് പെയിൻ ആൻഡ് വൈ യു ലിവ് ഓൾ വിത്ത് ഓൾ ദീസ് സക്സസ് ആൻഡ് പെയിൻ ആൻഡ് ലേബർ. 1,000 മൂവ്മെന്റ് സ്കെയർസ് വൺ പർപ്പസ് ഗെയിൻ. 100 മൂവ്മെന്റ് ഉണ്ടായ